ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ 12th ചാപ്റ്ററാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. മാർക്കറ്റ് ഇക്കോണമിയിൽ കൺസ്യൂമർ ഒരു രാജാവായിട്ടാണ് അറിയപ്പെടുന്നത്. കൺസ്യൂമർ ഈസ് ദ കിങ് ഇൻ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആദ്യകാലങ്ങളിൽ വാങ്ങുന്നവൻ ജാഗ്രതയായിരിക്കുക എന്നുള്ള പോളിസിയാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത് എങ്കിൽ, അതായത് ക്യാവിയറ്റ് എംപ്റ്റർ എന്ന് പറയാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാവിയറ്റ് വെൻഡിറ്റർ എന്നാണ് ഉപയോഗിക്കുന്നത്. അതായത് വിൽപ്പനക്കാരൻ എന്ത് ചെയ്യുക, ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറയാനുള്ള കാരണം, അതായത് ഒരുപാട് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ വന്നതോട് കൂടിയിട്ട് വിൽക്കുന്നയാൾ എന്തായിരിക്കണം, കൂടുതൽ ജാഗ്രത ആയിരിക്കണം എന്നുള്ളതാണ് ക്യാവിയറ്റ് വെൻഡിറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രത്തോളം കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ ഇക്കോണമിയിൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമേഴ്സിന് ഒരുപാട് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ വഞ്ചിച്ചുകൊണ്ടുള്ള കച്ചവട രീതികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. കൺസ്യൂമേഴ്സിന് ഒരുപാട് അവകാശങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങളുണ്ട്. കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ലീഗൽ പ്രൊട്ടക്ഷൻ ആക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫോറംസുകളുണ്ട്. ഡിസ്ട്രിക്റ്റ് ഫോറം, അങ്ങനെ സ്റ്റേറ്റ് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ പോലെയുള്ള ഫോറംസുകൾ നിലവിലുണ്ട്. ഇതെല്ലാം കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മോഡേൺ എക്കോണമിയിൽ കൺസ്യൂമേഴ്സിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട്. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റെഫേഴ്സ് ടു ദ അഡോപ്ഷൻ ഓഫ് മെഷേഴ്സ് ടു പ്രൊട്ടക്റ്റ് ദി കൺസ്യൂമേഴ്സ് എഗെയിൻസ്റ്റ് ദി അൺസ്ക്രപ്പുലസ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിറ്റി. അതായത് ഉപഭോക്താക്കളുടെ മേലിൽ ബിസിനസ് സമൂഹം നടത്തുന്ന അന്യായമായിട്ടുള്ളതും അതുപോലെ തന്നെ വഞ്ചനാപരവും ചൂഷണപരവുമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് സ്വീകരിക്കുന്ന നടപടിയാണ് എന്തു പറയുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റീസൺസ് ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, അതായത് ഭൗതിക സംരക്ഷണം. ഭൗതിക സംരക്ഷണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ഹെൽത്തിന്, കൺസ്യൂമേഴ്സിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ക്ഷേമത്തിനും അപകടകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള പ്രോഡക്ട്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ. രണ്ടാമതാണ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ചീറ്റിങ്, വഞ്ചനയിൽ നിന്നുള്ള സംരക്ഷണം. അതായത് വഞ്ചനാപരമായിട്ടുള്ള വ്യാപാര രീതികളിൽ നിന്ന് എന്ത് ചെയ്യണം, കൺസ്യൂമേഴ്സിന് പ്രൊട്ടക്ഷൻ വേണം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, അതായത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഇക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ്, അതായത് പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള സംരക്ഷണം വേണം. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് മൊണോപ്പൊളി, കുത്തക ആയിട്ട് വ്യാപാര രീതികൾ, അവിടെയുള്ള അങ്ങനെയുള്ള കുത്തകകളിൽ നിന്നുള്ള ഒരു സംരക്ഷണവും കൺസ്യൂമേഴ്സിന് വേണം. ഇതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷനുള്ള പ്രധാന കാരണങ്ങൾ. ഇനി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയാനുള്ള പ്രാധാന്യം എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഫ്രം കൺസ്യൂമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഉപഭോക്താക്കളുടെ കാഴ്ചപ്പാടിലൂടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ പ്രാധാന്യം. ഒന്നാമത്തത് കൺസ്യൂമർ ഇഗ്നറൻസ്, അതായത് കൺസ്യൂമേഴ്സിൻ്റെ അജ്ഞത. അതായത് ഇവർക്ക് എന്ത് ചെയ്യില്ല, ഈ കൺസ്യൂമേഴ്സിന് കൂടുതൽ ആളുകൾക്കും അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്കുള്ള പരിഹാരങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ കസ്റ്റമേഴ്സും അറിയാത്തവരാണ്. അങ്ങനെയാവുമ്പോൾ അവരെന്ത് ചെയ്യണം, അവരെ അവകാശങ്ങളെ പറ്റി ബോധവൽക്കരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. രണ്ടാമത്താണ് അൺഓർഗനൈസ്ഡ് കൺസ്യൂമേഴ്സ്, അതായത് അസംഘടിതമായിട്ടുള്ള കൺസ്യൂമേഴ്സ് കൂടുതലും എന്താണ്, അൺഓർഗനൈസ്ഡ് ആണ്, അസംഘടിതരായിട്ടുള്ള ആളുകളാണ്. അവരെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന
സംഘടനകളുടെ രൂപത്തിൽ അവരെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് വൈഡ് സ്പ്രെഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, വ്യാപകമായ തോതിലുള്ള ഉപഭോക്തൃ ചൂഷണം. അതായത് കേടുവന്നതും സുരക്ഷിതമല്ലാത്തതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, മായം ചേർക്കൽ, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ കസ്റ്റമേഴ്സ് ഒരുപാട് എന്ത് ചെയ്യാറുണ്ട്, കസ്റ്റമേഴ്സിനെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് കൺസ്യൂമേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ പ്രാധാന്യം. ഇനി ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ആവശ്യകത? ഒന്നാമത്തെ ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിന് ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ അവരെ താല്പര്യം കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ബിസിനസ് യൂസസ് സൊസൈറ്റീസ് റിസോഴ്സസ്. ബിസിനസ് സമൂഹത്തിൻ്റെ വിഭവങ്ങളാണ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. മറ്റൊന്ന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ. ബിസിനസ്സിൻ്റെ തൽപരകക്ഷികളായിട്ടുള്ള എല്ലാവരോടും എന്ത് ചെയ്യണം, ബിസിനസ്സിന് സാമൂഹ്യ ഉത്തരവാദിത്തം ഉണ്ട്. അതുപോലെ തന്നെ മോറൽ ജസ്റ്റിഫിക്കേഷൻ, ധാർമ്മികതയുടെ ഒരു ന്യായീകരണം. അതായത് ചൂഷണങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ഒരു ധാർമ്മികമായിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൺസ്യൂമേഴ്സിനെ വഞ്ചിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടാവും. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ്റെ പ്രാധാന്യങ്ങൾ. ഇനി അടുത്തത് ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് ടു കൺസ്യൂമേഴ്സ്, അതായത് കൺസ്യൂമേഴ്സിനുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം എന്തൊക്കെയാണ്? ഒരുപാട് ആക്ട് റെഗുലേഷൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അതായത് ഇതിനകത്ത് പറയുന്നത് ഈ ആക്റ്റിൽ എന്ത് ചെയ്ത് കൺസ്യൂമേഴ്സിന് ഡിഫക്റ്റീവായിട്ടുള്ള ഗുഡ്സ്, കേടായിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ ഡെഫിഷ്യൻ്റ് സർവീസസ്, അപര്യാപ്തമായിട്ടുള്ള സേവനങ്ങൾ, അധാർമികമായിട്ടുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ചൂഷണങ്ങളിൽ നിന്നും കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാം, കൺസ്യൂമേഴ്സിന് ഈ ഒരു നിയമപ്രകാരം സംരക്ഷണം നൽകുന്നുണ്ട്. രണ്ടാമത്താണ് കോൺട്രാക്റ്റ് ആക്ട് 1982. കരാറിൽ ഏർപ്പെടുന്ന കക്ഷികൾ പരസ്പരം സമ്മതിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് ഈ ഒരു നിയമപ്രകാരം ഇതിൻ്റെ കരാറുകളൊക്കെ പാലിക്കണം എന്നുള്ളൊരു ആക്റ്റാണ് കോൺട്രാക്റ്റ് ആക്ട് 1982. മൂന്നാമത്താണ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. സെയിൽ ഓഫ് ഗുഡ്സ് നിയമം 1930. അതായത് വാങ്ങിയ സാധനങ്ങൾ അതിൻ്റെ വാറൻറ്റികൾക്കനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് എന്ത് ചെയ്യണം, അതിനകത്ത് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. മറ്റൊന്നാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. അവശ്യ സാധന നിയമങ്ങൾ, അതായത് അവശ്യ വസ്തുക്കളുടെ ഉൽപ്പാദനം, അതിൻ്റെ പ്രധാനം, വിതരണം, അതൊക്കെ നിയന്ത്രിക്കാനുള്ള നിയമത്തെയാണ് എന്ത് പറയാം, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. നെക്സ്റ്റ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആക്ട് 1937. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സുകൾ, ലൈവ് സ്റ്റോക്ക് പ്രോഡക്ട്സുകൾ, കാർഷികോൽപ്പന്നങ്ങൾക്കും കന്നുകാലി ഉൽപ്പന്നങ്ങൾക്കും എന്ത് ചെയ്യാറുണ്ട്, ഗുണനിലവാരം പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രേഡിങ്, പാക്കിങ്, അതിനെക്കുറിച്ചൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു അഗ്മാർക്കൊക്കെ രേഖപ്പെടുത്താറുണ്ട്. അതാണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട് 1937 പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954. ഭക്ഷണത്തിന് മായം ചേർക്കുന്നത് തടയുന്നതിനൊക്കെയുള്ള നിയമം. മറ്റൊന്നാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് 1976. അളവ് തൂക്ക നിലവാരപ്പെടുത്തൽ നിയമം. അതായത് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ എന്തായിരിക്കും, വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം ഇത് ബാധകമാണ്. നെക്സ്റ്റ് ട്രേഡ് മാർക്സ് ആക്ട് 1999. ട്രേഡ് മാർക്ക് ആക്ട് പ്രകാരം, അതായത് ഉൽപ്പന്നങ്ങളിലുള്ള ആ ഒരു പ്രോഡക്ട്സിലുള്ള ആ ഒരു മാർക്ക്, അതിൻ്റെ ഉപയോഗം തടയാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റാണ് ട്രേഡ് മാർക്ക് ആക്ട്. നെക്സ്റ്റ് വണ്ണാണ് കോമ്പറ്റീഷൻ ആക്ട് 2002. 1969 MRTP ആക്ട്. MRTP ആക്ടിന് പകരമുള്ളൊരു നിയമമാണ് കോമ്പറ്റീഷൻ ആക്ട് 2002. ബിസിനസ് സ്ഥാപനങ്ങൾ പിന്തുടരുന്ന നയങ്ങൾ
വിപണിയിൽ എന്ത് ചെയ്യാം, മത്സരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ളവയാണെങ്കിൽ ഈ നിയമം എന്ത് ചെയ്യും, ഉപഭോക്താക്കൾക്ക് അവിടെ സംരക്ഷണം നൽകും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് 1986. അതിനകത്ത് പറയുന്ന ബ്യൂറോകൾക്ക് 2 പ്രവർത്തനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ ഫോർമുലേഷൻ ഓഫ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ ഗുണനിലവാരം രൂപപ്പെടുത്തുക. മറ്റൊന്ന്, സർട്ടിഫിക്കേഷൻ ത്രൂ BIS സർട്ടിഫിക്കേഷൻ, അതായത് BIS സർട്ടിഫിക്കേഷൻ ഉൽപ്പന്നങ്ങൾക്ക് നൽകുക എന്നുള്ളത്, BIS സർട്ടിഫിക്കേഷൻ വഴി സർട്ടിഫിക്കേഷൻ നൽകുക എന്നുള്ളത്. നിർമ്മാതാക്കൾക്കൊക്കെ എന്ത് ചെയ്യും, ISI മാർക്ക് അടയാളപ്പെടുത്തണമെങ്കിൽ ഈ ഒരു നിർദ്ദിഷ്ട ഒരു ഗുണമേന്മ ഉണ്ടാവും, അതുമായിട്ട് ഒത്തുപോവുക. ഇത്രയാണ് ലീഗൽ പ്രൊട്ടക്ഷൻ. ഇനി അടുത്തതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ് ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അതായത് ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇന്ത്യയിൽ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഇന്ത്യയിലെ തന്നെ ഉപഭോക്താ നിയമങ്ങളുടെ ചരിത്രത്തിൽ ഒരു പ്രധാന ഒരു ലാൻഡ്മാർക്കായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സുകൾ, ഇതിൽ കൺസ്യൂമറിൻ്റെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കൺസ്യൂമർ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ, റൈറ്റ് ടു സേഫ്റ്റി. കൺസ്യൂമേഴ്സിന് എന്തുണ്ട്? സുരക്ഷിതത്വത്തിനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു ബി ഇൻഫോംഡ്, അറിയിക്കപ്പെടാനുള്ള അവകാശങ്ങൾ, അതായത് വസ്തുക്കളുടെ വിവരം, അതിൻ്റെ ഉൽപ്പാദന തീയതി, അളവ്, ഇവയൊക്കെ എന്താ അറിയിക്കപ്പെടാനുള്ള അവകാശം. മറ്റൊന്ന്, റൈറ്റ് ടു ചൂസ്, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, വ്യത്യസ്ത പ്രൊഡക്റ്റുകളിൽ നിന്ന് ഉപഭോക്താവിന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു ബി ഹേർഡ്, പരാതിപ്പെടാനുള്ള അല്ലെങ്കിൽ കേൾക്കപ്പെടാനുള്ള അവകാശം. എന്തെങ്കിലുമൊക്കെ അതിനകത്ത് അസംതൃപ്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, പരാതിപ്പെടാം. നെക്സ്റ്റ്, റൈറ്റ് ടു സീക്ക് റീഡ്രസൽ, പരാതി പരിഹരിച്ചു കിട്ടാനുള്ള അവകാശം. എന്തെങ്കിലുമൊക്കെ പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കിട്ടാനുള്ള അവകാശം കൺസ്യൂമർക്കുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഉപഭോക്തൃ വിജ്ഞാനത്തിനുള്ള അവകാശം. ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിയാനുള്ളൊരു അവകാശം ആർക്കുണ്ട്? കൺസ്യൂമേഴ്സിനുണ്ട്. ഇത്രയാണ് കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ. ഇനി കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റീസ്, ഉപഭോക്താവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് അവയർനെസ്, അവബോധം ഉണ്ടായിരിക്കണം. അതായത് മാർക്കറ്റിനകത്തുള്ള കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ട് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. നെക്സ്റ്റ്, ബൈ ഓൺലി സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ്, നിലവാരപ്പെടുത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക. അതിനെ എന്തുണ്ടായിരിക്കുള്ളൂ? ഗുണമേന്മ ഉണ്ടായിരിക്കുകയുള്ളൂ. മറ്റൊന്നാണ് അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകട സാധ്യത മനസ്സിലാക്കുക. അത് കൺസ്യൂമറിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് വൺ, റീഡ് ദ ലേബൽസ് കെയർഫുള്ളി, ലേബലുകളെല്ലാം വളരെ ശ്രദ്ധാപൂർവം വായിക്കുക. നെക്സ്റ്റ്, ഹോണസ്റ്റ് ഇൻ ഡീലിങ്സ്, ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുക എന്നുള്ളത് കൺസ്യൂമറിൻ്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ്, ഇൻസിസ്റ്റ് ഓൺ എ ക്യാഷ് മെമ്മോ, ബില്ല്, രസീത് മുതലായവ കൈപ്പറ്റുക. അടുത്തതാണ് ഫയൽ എ കംപ്ലൈൻറ്റ്, പരാതികൾ ഫയൽ ചെയ്യുക. വല്ല പരാതികളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? തർക്കപരിഹാര ഏജൻസികളിൽ ഫയൽ ചെയ്യുക. നെക്സ്റ്റ്, ഫോം കൺസ്യൂമർ സൊസൈറ്റീസ്, ഉപഭോക്തൃ സംഘങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയെടുക്കുക, കൺസ്യൂമർ സൊസൈറ്റീസ് രൂപീകരിക്കാൻ. നെക്സ്റ്റ്, സേവ് ദി എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെ രക്ഷിക്കുക, സംരക്ഷിക്കുക. ഇതെല്ലാം കൺസ്യൂമേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. താഴെ കൊടുത്തതിനകത്ത് കുറച്ച് ഗുണനിലവാരം സൂചിപ്പിക്കുന്ന അടയാളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് പ്രോസസ് ഓർഡർ, ഫുഡ് പ്രോഡക്ട്സുകൾ CFPO കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ISI മാർക്ക് കാണാറുണ്ട്. അത് മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ മാർക്ക് ഓഫ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ISI കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനാണെങ്കിൽ അഗ്മാർക്കിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. പിന്നെ BIS ജ്വല്ലറി പോലെയുള്ളതിൽ BIS ഹോൾ മാർക്ക് ഉണ്ടാവും. ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ആണെങ്കിൽ അതിന് എക്കോ മാർക്ക് ഉണ്ടാവും. ഇതെല്ലാം ഇതിന് കൊടുക്കുന്ന
വ്യത്യസ്ത പ്രോഡക്റ്റുകൾക്ക് കൊടുക്കുന്ന ക്വാളിറ്റി മാർക്സുകളാണ്. ഇനി അടുത്തത് വേസ് ആൻഡ് മീൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഉപഭോക്താവിനെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളും ഉപാധികളും എന്തൊക്കെയാണ്? ഒന്നാമത്തത് സെൽഫ് റെഗുലേഷൻ ബൈ ബിസിനസ്. ബിസിനസ്സുകാരാൽ സ്വയം നിയന്ത്രണം ഉണ്ടാകും. അതായത് ഇതിനകത്തുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ രീതികളാണ്. അതായത് ഉപഭോക്താക്കൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സേവിക്കുക എന്നുള്ളത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ദീർഘകാലം നിലനിൽക്കാൻ വളരെ അത്യാവശ്യമാണ്. മറ്റൊന്നാണ് ബിസിനസ് അസോസിയേഷൻസ്. ഇവരെന്ത് ചെയ്യണം? ബിസിനസ് അസോസിയേഷൻസുകൾ രൂപീകരിക്കുക. അതായത് FICCI, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പോലെയുള്ള, അതായത് അതിലുള്ള മെമ്പേഴ്സിൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റും ഗൈഡ് ലൈൻസൊക്കെ കൊടുത്തുകൊണ്ട് പ്രത്യേകം നിർദ്ദേശം കാര്യങ്ങളൊക്കെ കൊടുക്കുക. മറ്റൊന്നാണ് കൺസ്യൂമർ അവയർനെസ്, ഉപഭോക്തൃ അവബോധം. അത് കൺസ്യൂമേഴ്സിന് സ്വന്തം അവകാശത്തെക്കുറിച്ച് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ അവരെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കസ്റ്റമേഴ്സ് കൂടുതൽ അവയർനെസ് ആകും. നെക്സ്റ്റ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ്. കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മറ്റൊരു രീതിയാണ് കൺസ്യൂമർ ഓർഗനൈസേഷൻസുകൾ രൂപീകരിക്കുക. അതായത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനും അതുപോലെ എക്സ്പ്ലോയിറ്റേഷനൊക്കെ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ സംഘടനകൾ എന്ത് ചെയ്യുക, രൂപീകരിക്കുക. നെക്സ്റ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യണം? സ്പെഷ്യൽ ആക്റ്റുകളൊക്കെ കൊണ്ടുവരിക. ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ, അതായത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്റ്റ് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ ലെവലിലൊക്കെ തർക്കപരിഹാര ഏജൻസികൾ കൺസ്യൂമേഴ്സിന് പരാതിപ്പെടാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും ഉപാധികളും. ഇനി അടുത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അണ്ടറിലുള്ള റീഡ്രസൽ ഏജൻസീസ് ഏതൊക്കെയാണ്? അതായത് പരാതി പരിഹാര ഏജൻസികൾ പ്രധാനമായിട്ടും 3 ഏജൻസികളാണുള്ളത്. അതിൽ ഏതൊക്കെയാണ്? നാഷണൽ കമ്മീഷനുണ്ട്, സ്റ്റേറ്റ് കമ്മീഷനുണ്ട്, ഡിസ്ട്രിക്റ്റ് ഫോറം ഉണ്ട്. അതിന് മുമ്പേ എന്താണ് ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് കൺസ്യൂമറായിട്ട് കണക്കാക്കുക? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമർ എന്ന് പറയുമ്പോൾ എനി പേഴ്സൺ ഹൂ ബൈസ് എനി ഗുഡ്സ് ഫോർ കൺസിഡറേഷൻ വിച്ച് ഹാസ് ബീൻ പെയ്ഡ് ഓർ പ്രോമിസ്ഡ് ഓർ പാർട്ട്ലി പെയ്ഡ് ആൻഡ് പാർട്ട്ലി പ്രോമിസ്ഡ് അണ്ടർ എനി സ്കീം ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ്. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ പ്രതിഫലം പണം നൽകിയോ അല്ലെങ്കിൽ വാഗ്ദാനത്താലോ ഭാഗികമായി പണം നൽകിയോ വാഗ്ദാനം നൽകിയോ പിന്നീട് നൽകാമെന്നൊക്കെ തുടങ്ങിയിട്ടുള്ള മാർഗങ്ങളിൽ സാധനം വാങ്ങിക്കുന്ന ആളെയാണ് ഉപഭോക്താവ് എന്ന് പറയുക. ഒന്നുകിൽ ക്യാഷ് കൊടുത്ത് വാങ്ങുക, അല്ലെങ്കിൽ ഭാഗികമായിട്ട് ക്യാഷ് കൊടുക്കുക, കുറച്ച് ക്യാഷ് പിന്നെ കൊടുക്കുക, അല്ലെങ്കിൽ കടം വാങ്ങുക. ഇവരൊക്കെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? കൺസ്യൂമറായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും വാടകയ്ക്ക് എടുക്കുകയോ സേവനം ലഭ്യമാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളെയും എന്തായിട്ട് കണക്കാക്കും? കൺസ്യൂമറായിട്ട് കണക്കാക്കും. എന്താണ് അടുത്തത്? കംപ്ലൈൻറ്റ്, പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ലോസ് ഓർ ഡാമേജ് ആസ് എ റിസൾട്ട് ഓഫ് അൺട്രേഡ് പ്രാക്ടീസസ്. അതായത് എഗൻസ്റ്റ് ട്രേഡർ, ഒരു ട്രേഡർക്ക്, ഒരു വ്യാപാരിക്കെതിരെ എന്താണ് അന്യായമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആണ്. അതുപോലെ ലോസ് ഡ്യൂ ടു ഡിഫക്റ്റ് ഇൻ ദി ഗുഡ്സ് ബോട്ട് എഗെയിൻസ്റ്റ് മാനുഫാക്ചർ. അതിന് ഉൽപ്പാദകനെതിരെ എന്തുണ്ടായിരിക്കാം? പരാതി, അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ലോസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഇൻ ദി സർവീസ് എഗെയിൻസ്റ്റ് സർവീസ് പ്രൊവൈഡർ. സർവീസ് നൽകിയ ആൾക്കെതിരെ പരാതി ഉണ്ടാകും. മറ്റൊന്ന് ട്രേഡർക്ക് അല്ലെങ്കിൽ മാനുഫാക്ചർക്കെതിരെ ആയിരിക്കും ലോസ് സസ്റ്റൈൻഡ് ബിക്കോസ് ഓഫ് ചാർജിങ് എ പ്രൈസ് ഇൻ എക്സസ് ഓഫ് ദി പ്രൈസ്. അതിന് നിശ്ചിത വിലയേക്കാൾ അധിക വില വാങ്ങുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കംപ്ലൈൻറ്റുകളായിട്ട് കണക്കാക്കുക. ഇനി ഹൂ ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ്? ആർക്കൊക്കെ ഒരു പരാതി നൽകാൻ കഴിയും? ഫസ്റ്റ് എനി കൺസ്യൂമർ, ഏത് കൺസ്യൂമർക്കും. അതുപോലെ തന്നെ എനി രജിസ്റ്റേർഡ് കൺസ്യൂമർ അസോസിയേഷൻ, ഏത് കൺസ്യൂമർ അസോസിയേഷനും. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിന് പരാതിപ്പെടാം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പരാതി നൽകാൻ പറ്റും. ഒന്നോ അതിൽ കൂടുതലോ കൺസ്യൂമേഴ്സ്, ഒരേ വിഷയത്തിന് ഒന്നിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരാതി കൊടുക്കാം.
മറ്റൊന്ന് ഒരു കൺസ്യൂമർ എന്തെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഉപഭോക്താവിൻ്റെ അനന്തരാവകാശി അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രതിനിധി ആരെങ്കിലും ഉണ്ട്, ഡിസീസ്ഡ് പാർട്ണറുടെ ലീഗൽ ഹയറോ റെപ്രസെൻറ്റേറ്റീവോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും പരാതിപ്പെടാം. ഇനി പരാതി പരിഹരിച്ചു കിട്ടുന്ന ഏജൻസികൾ, അതിനെ 3 ടയർ മെഷീനറി എന്നൊക്കെ പറയാറുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഡിസ്ട്രിക്റ്റ് ഫോറം. ഡിസ്ട്രിക്റ്റ് ഫോറം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ പരാതി പരിഹാര സെല്ലിൽ ഒരു പ്രസിഡൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റ് 2 മെമ്പേഴ്സ്, ഒരു പ്രസിഡൻറ്റും മറ്റ് 2 മെമ്പേഴ്സും, അതിലൊന്ന് വുമൺ ആയിരിക്കണം. എല്ലാവരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. അതുപോലെ തന്നെ 20 ലക്ഷത്തിൽ കൂടുതലാകാത്ത കോമ്പൻസേഷൻ, 20 ലക്ഷത്തിന് മുകളിൽ പോകാത്ത കംപ്ലൈൻറ്റുകളായിരിക്കും ഇവിടെ പരിഹരിക്കപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫയൽ ചെയ്യുന്നു. എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം ലബോറട്ടറിയുമായിട്ട് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും, റെഡിയാക്കും. എന്നിട്ട് ഇവിടെ നിന്നും പരാതി പരിഹരിച്ച് കിട്ടുന്നില്ലെങ്കിൽ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, പരാതി തൃപ്തനല്ല എന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അടുത്ത മേലാധികാരിക്ക്, അതായത് സംസ്ഥാന കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് 30 ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിച്ച് കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം, അപ്പീൽ കൊടുക്കാം. അതാണ് ഡിസ്ട്രിക്റ്റ് ഫോറം. ആർക്ക് അപ്പീൽ കൊടുക്കാം? സ്റ്റേറ്റ് കമ്മീഷന് അപ്പീൽ കൊടുക്കാം. അതാണ് ഡിസ്ട്രിക്റ്റ് ഫോറം. രണ്ടാമതാണ് സ്റ്റേറ്റ് കമ്മീഷൻ. സ്റ്റേറ്റ് കമ്മീഷനിൽ പെടുന്നത് ഒരു പ്രസിഡൻറ്റും അതുപോലെ തന്നെ മറ്റ് 2 മെമ്പേഴ്സിൽ കുറയാത്തത്, മിനിമം 3 ആളെങ്കിലും അതിൻ്റെ ആവശ്യമാണ്. അതിൽ ഒന്ന് ആരായിരിക്കണം? വുമൺ ആയിരിക്കണം. ഇവരെല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. ഇതിൽ 20 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും ഇടയിലുള്ള കോമ്പൻസേഷൻ കിട്ടുന്ന പരാതികളാണ് എവിടെ നിന്ന് പരിഹരിക്കപ്പെടുക? ഈ ഒരു സ്റ്റേറ്റ് കമ്മീഷന് പരിഹരിക്കപ്പെടുക. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ലബോറട്ടറി ആവശ്യമായിട്ടുള്ളതിന് അതിനുള്ള സാമ്പിൾസുകൾ സ്വീകരിക്കും. ഇവിടെ സ്റ്റേറ്റ് കമ്മീഷനും പരിഹരിക്കപ്പെടാത്ത അല്ലെങ്കിൽ അവിടുന്ന് സാറ്റിസ്ഫൈഡ് അല്ലാത്ത എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ അത് 30 ദിവസത്തിനുള്ളിൽ നാഷണൽ കമ്മീഷനിലേക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തതാണ് നാഷണൽ കമ്മീഷൻ. നാഷണൽ കമ്മീഷനിലുള്ള മെമ്പേഴ്സ് ഒരു പ്രസിഡൻറ്റും അതുപോലെ തന്നെ ബാക്കി 4 മെമ്പേഴ്സും, അതിനകത്ത് ഒന്ന് വുമൺ ആയിരിക്കണം. ഇവരെല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അതുപോലെ തന്നെ 1 കോടിയിൽ കൂടുതലുള്ള കോമ്പൻസേഷനുള്ള സർവീസസ് ഗുഡ്സിനൊക്കെയുള്ള കംപ്ലൈൻറ്റുകളായിരിക്കും ഇവിടുന്ന് പരിഹരിക്കപ്പെടുക. അപ്പോൾ സാമ്പിൾസുകൾ ആവശ്യമാണെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നാഷണൽ കമ്മീഷൻ്റെ ആയിരിക്കും അവസാനത്തെ ഒരു തീരുമാനം ആക്കുന്നത്. ദേശീയ കമ്മീഷൻ നൽകുന്ന ഉത്തരവിനെതിരെ ഇവർക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ നൽകാം. അപ്പോൾ നാഷണൽ കമ്മീഷനും എന്ത് ചെയ്യുന്നില്ല, ഇതിനുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മറുപടി കിട്ടുന്നില്ലെങ്കിൽ, കേസ് തീരുമാനമായിട്ടില്ലെങ്കിൽ ഇവർക്ക് നേരെ സുപ്രീം കോർട്ടിലേക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ്. ഇതാണ് 3 ടയർ മെഷീനറി: ഡിസ്ട്രിക്റ്റ് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ ആൻഡ് നാഷണൽ കമ്മീഷൻ. ഇനി റിലീഫ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സ് ലഭ്യമായിട്ടുള്ള പരിഹാര നടപടികൾ എന്തൊക്കെയാണ്? ഒന്ന്, റിമൂവൽ ഓഫ് ഡിഫക്ട്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനത്തിനോ സേവനത്തിനോ ഉള്ള ന്യൂനത എന്ത് ചെയ്യുക? തീർത്ത് വാങ്ങുക എന്നുള്ളത് കൺസ്യൂമേഴ്സിനൊരു പരിഹാരമാണ്. അതുപോലെ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഗുഡ്സ് വിത്ത് ന്യൂ വൺസ്, പുതിയതൊന്ന് കൊടുക്കുക. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യും? റിട്ടേൺ ഓഫ് പ്രൈസ് ബൈ സെല്ലർ, വിൽപ്പനക്കാരന് വില തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അതിന് ശിക്ഷാപരമായ നഷ്ടപരിഹാരം കൊടുക്കുക. അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂസ് ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അന്യായമായിട്ടുള്ള കച്ചവട രീതികൾ അവസാനിപ്പിക്കുക. ഇനി റോൾ ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് NGOs, ഉപഭോക്തൃ സംഘടനകളുടെയും സർക്കാരേതര ഏജൻസികളുടെയും പങ്ക് എന്തൊക്കെയാണ്? അതായത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും കൺസ്യൂമർ ഓർഗനൈസേഷനും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസിന് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എഡ്യൂക്കേറ്റിംഗ് ജനറൽ പബ്ലിക്,
പൊതുജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു എബൌട്ട് കൺസ്യൂമർ റൈറ്റ്സ് ബൈ കണ്ടക്ടിങ് ട്രെയിനിങ് പ്രോഗ്രാംസ്, സെമിനാർസ്. ട്രെയിനിങ് പ്രോഗ്രാമുകളും സെമിനാറുകളും സംഘടിപ്പിച്ചുകൊണ്ട് കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നവർ പരമാവധി എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പബ്ലിഷിംഗ് പീരിയോഡിക്കൽസ് ആഴ്ചപ്പതിപ്പുകൾ പബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ കമ്പാരിറ്റീവ് ടെസ്റ്റിംഗ് ഓഫ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ക്വാളിറ്റീസ് ഓഫ് കോമ്പീറ്റിംഗ് പ്രോഡക്ട്സ് ആൻഡ് പബ്ലിഷിംഗ് ദി റിസൾട്ട്സ് ദെയർ ഓഫ്. അതായത് ഗുണമേന്മ പരിശോധിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഫലങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുക. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ലീഗൽ അസിസ്റ്റൻസ്, കൺസ്യൂമേഴ്സിന് നിയമപരമായിട്ട് സഹായങ്ങൾ നൽകുക, കംപ്ലൈൻറ്റുകൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ NGOs പ്രൊവൈഡ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് NGOs ഏതൊക്കെയാണ്? കൺസ്യൂമർ കോർഡിനേഷൻ കൗൺസിൽ ഡൽഹിയിലുണ്ട്, അതിന് കോമൺ കോസ് ഡൽഹി, വോളണ്ടറി ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷന് ഡൽഹിയിൽ, അതുപോലെ തന്നെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ റിസർച്ച് സെൻറ്റർ അഹമ്മദാബാദ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അഹമ്മദാബാദ്, കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ മുംബൈ, അതുപോലെ തന്നെ മുംബൈയിലുള്ള മറ്റൊന്നാണ് മുംബൈ ഗ്രാഹക് പഞ്ചായത്ത്, കർണാടക കൺസ്യൂമർ സർവീസ് സൊസൈറ്റി ബാംഗ്ലൂർ, കൺസ്യൂമേഴ്സ് അസോസിയേഷൻസ് കൊൽക്കത്ത, കൺസ്യൂമർ യൂണിറ്റി ആൻഡ് ട്രസ്റ്റ് സൊസൈറ്റി ജയ്പൂർ, കേരള കൺസ്യൂമർ വെൽഫെയർ അസോസിയേഷൻ കൊച്ചി, ഇൻ്റർനാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ICRPC. ഇത്രയാണ് പ്രധാനപ്പെട്ട കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് NGOs.